മാളവിക ഇന്ന് ക്ലാസ്സിൽ കണ്ടില്ല. ഞാൻ വിളിച്ചു നോക്കിയപ്പോ മൊബൈൽ സ്വിച്ച് ഓഫാ. അതാ അങ്കിളിനെ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചേ. അവൾക്ക് എന്ത് പറ്റും അങ്കിൾ? മാളുവിന് നല്ല സുഖമില്ല, അതുകൊണ്ട് ഇന്ന് വരാത്തത്. അവൾ അടുത്തുണ്ടോ അങ്കിൾ? ഇല്ല, നല്ല മയക്കത്തില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടേ പറഞ്ഞോളൂ, ഉണരുമ്പോ ഞാൻ അറിയിച്ചോളാം. ഒന്നുമില്ല അങ്കിൾ. പിന്നെ ഇവിടെ മറ്റു കുട്ടികളൊക്കെ പറയുന്നു അപൂർവയെ സസ്പെൻഡ് ചെയ്തത് കൊണ്ടാണ് മാളവിക ക്ലാസ്സിൽ വരാത്തതെന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ അങ്കിൾ. അപ്പുവിനെ അല്ല, അപൂർവയെ സസ്പെൻഡ് ചെയ്തതിന് മാളവിക എന്തിന് ക്ലാസ്സിൽ വരാതിരിക്കണം? കുട്ടി അത് അറിയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? സോറി അങ്കിൾ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ അങ്കിൾ, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കണ്ട. രക്ഷപ്പെട്ടു മോനെ, അവള് വീട്ടിലുണ്ട്. നിന്റെ അമ്മായിപ്പം ഭയങ്കര ചൂടാണല്ലോടാ. എങ്ങനെ ചൂടാവാതിരിക്കും? അമ്മാതിരി കുരിപ്പ് ചോദ്യമല്ലേ നീ ചോദിച്ചത്. നിന്നെ ഏൽപ്പിച്ചപ്പോഴേ അറിയായിരുന്നു നശിപ്പിക്കുമെന്ന്. ദേ ചെറുക്ക, നീ എന്റെ വായിന്ന് വല്ലതും കേക്കുവേ. എന്നാ പിന്നെ നിനക്കങ്ങ് വിളിച്ചൂടായിരുന്നോ? മോനെ അരുണേ, തൽക്കാലം സീന് ഡാർക്ക് ആവാതെ രക്ഷപ്പെട്ടുവെന്ന് കരുതിയാ മതി. ഇനി കുറച്ചു ദിവസത്തേക്ക് അവളുടെ പിന്നാലെ തൂങ്ങാതിരിക്കുന്നതാ ബുദ്ധി. അത് പോയിന്റ്. അവള് കഴിക്കുന്നില്ലേ? റെഡിയാകുവാൻ തോന്നുന്നു. അപ്പു പോയോ? ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും നിന്നില്ല. രാത്രി മതിരി ചാടി അന്യ വീട്ടിൽ കയറുക എന്ന് പറഞ്ഞാ താൻ തോന്നിത്തരമാണ്. അതൊക്കെ ഇപ്പോഴേ പറഞ്ഞു വിലക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഞാൻ പറയുമ്പോ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. ഈ കൂട്ടുകെട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാ നമ്മുടെ കൊച്ചിന്റെ ഭാവിയായിരിക്കും ഇല്ലാതാകുന്നത്. അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളും. ആ പണിക്കർക്കും ഗീതയ്ക്കും സ്വന്തം മോള് വേലിയും പൊളിച്ച് നടക്കുന്നതേ ഒരലങ്കാരമായിരിക്കും. നമ്മൾ തറവാട്ടുകാരാ. അപ്പൊ അതിന്റെ അന്തസ്സിലും മാന്യതയിലും വേണം പെങ്കൊച്ചുങ്ങളെ വളർത്താനും മറ്റൊരു വീട്ടിലേക്ക് പൊറുതിക്ക് വിടാനും. ഈ കൂട്ടുകെട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരു നടക്ക് പോകില്ല മുരളി. അമ്മ പറയുന്ന കാര്യമുണ്ടെന്നറിയാം. എല്ലാം ഒറ്റയടിക്കങ്ങ് അറുത്തുമുറിച്ച് കളയാൻ പറ്റില്ലല്ലോ. പറ്റണം. പൊന്നു കായ്ക്കുന്ന മരമാണേലും പുരയ്ക്ക് മീതെ ചാഞ്ഞ അത് പിന്നെ വെച്ചേക്കരുത്, കടയോടെ മുറിച്ചു മാറ്റണം. അമ്മ വിചാരിക്കും പോലെ അതത്ര എളുപ്പമല്ല. എത്ര വർഷങ്ങളായിട്ടുള്ള ബന്ധവും അവരായിട്ടുള്ളത്. ഓ, വെറും അയൽപക്കവും കൂട്ടും, അല്ലാതെ രക്തബന്ധമൊന്നും അല്ലല്ലോ. ഇനി അങ്ങനെ ആണേ പോലും അവനവന്റെ കാര്യം നോക്കി ഒതുങ്ങുന്നതാ നല്ലത്. അപ്പൂനെന്തായാലും കുറച്ചു നാളത്തേക്ക് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. കോളേജിൽ വേറെ കുട്ടികളുമായിട്ട് കൂട്ടൊക്കെ ആവുമ്പോൾ മാളൂന് അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. അതിനി അവള് കോളേജിൽ പോകുന്നുണ്ടോന്ന് എങ്ങനെ അറിയാം? ഒറ്റയ്ക്ക് അങ്ങനെ ഇതുവരെ പോയിട്ടില്ലല്ലോ. അവള് ക്ലാസ്സിൽ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിനിപ്പോ ഇങ്ങനെ പോട്ടെ. നാളെ മുതൽ അവളുടെ അടുത്ത് കോളേജിൽ പോകാൻ പറയണം. രാവിലെ എത്തിയല്ലോ. മാളു, എങ്ങോട്ടാ രാവിലെ തന്നെ രണ്ടുപേരും കൂടി? അപ്പൂന്റെ കൂടെ ഒരു സ്ഥലം വരെ പോണം. അത് എങ്ങോട്ടാണെന്നാ ചോദിച്ചത്? അതെനിക്കറിയില്ല, പോയിട്ട് വന്നിട്ട് പറയാം. മാളു, ഇനിയും ഓരോ കൊല്ലപ്പെടുത്ത് തലവെക്കാനാണോ? അച്ഛാ പ്ലീസ്, അപ്പു ഒരു കുഴപ്പമുണ്ടാക്കില്ല. ഞാനല്ല ഉറപ്പ് പറയുന്നത്. വരുന്നു. എടിവെല്ലാം കഴിച്ചിട്ട് പോ. വേണ്ട, വന്നിട്ട് കഴിക്കാം. ഡോക്ടർ. യെസ്. കൂട്ടുകാരികൾക്ക് എന്താ ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം? ടെൽ മീ. സംശയം ഇവക്കല്ല, എനിക്കാണ്.
പിന്നെ അത് വെറുമൊരു സംശയമല്ല, സത്യമാണ്. നോ, നോ വേ. കുട്ടി വിചാരിക്കുന്ന പോലെ അതിൽ 1% പോലും സത്യമില്ല. ഇത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറയുന്ന വെറും വാക്കല്ല കേട്ടോ. എന്റെ ഫൈൻഡിങ്സിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപൂർവ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി മാത്രം, ഇൻ ഓൾ സെൻസ്. നോ, ഐ ഡൗട്ട്. ഡോക്ടർക്ക് എന്റെ റിയൽ പ്രോബ്ലം എന്താന്ന് ഇനി മനസ്സിലായിട്ടില്ല. എക്സ്ക്യൂസ് മീ, അപൂർവ കുറച്ച് നേരത്തേക്കൊന്ന് പുറത്തേക്കാമോ? ഞാൻ ഈ കുട്ടിയെടുത്തൊന്ന് സംസാരിച്ചോട്ടെ. സോറി, ഡോക്ടർ ഇവളോട് എന്ത് സംസാരിച്ചാലും അത് ഞാൻ അറിയും. നേരിട്ടാവുമ്പോ ഒരു റിപ്പോർട്ടിംഗ് ഒഴിവാക്കാലോ. തന്നെയുമല്ല, ഞാനാണല്ലോ പേഷ്യന്റ്. അപ്പൊ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടത് എന്നോടല്ല. ഓ, ഓക്കെ. എന്റെ ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായ വസ്തുതയാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്ത്രീ ശരീരത്തിനപ്പുറം എന്തെങ്കിലും ഒരു പ്രത്യേകത, ഐ മീൻ അസാധാരണമായിട്ടോ അപൂർവമായിട്ടോ ഒന്നും തന്നെ എനിക്ക് അപൂർവയിൽ ഫീൽ ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങനെ ഒരു സംശയം അപൂർവയിൽ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അതിന് എന്നെപ്പോലെ ഒരു ഡോക്ടറിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നതാണ് സത്യം. യു ബെറ്റർ കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. നല്ലൊരു കൗൺസിലിംഗ് കൊണ്ട് അപൂർവയ്ക്ക് ഈ സംശയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയേക്കും. ശരി. ദേഷ്യപ്പെടേണ്ട കുട്ടി. അപൂർവം ചിലരിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അകാരണമായ ഭയമോ സംശയമോ ആങ്സൈറ്റിയോ അങ്ങനെ പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സജഷൻ ഞാൻ വെച്ചത്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യാം. നോ താങ്ക്സ്. മാളു, നമുക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഫ്രണ്ട് ഭയങ്കര ഷാർപ്പാണല്ലോ. ഷേ, ഭയങ്കര ബോറായിപ്പോയി. ഡോക്ടറോട് നിനക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറായിരുന്നു. അപ്പോ എന്നോട് പെരുമാറുന്ന പോലെ എനിക്ക് തിരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റും. നീ അവർക്ക് വേണ്ടി വെറുതെ എന്നോട് ഉടക്കാൻ വരണ്ട. അവര് നിന്നോട് എന്ത് മോശമായിട്ട് പെരുമാറിയെന്നാ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നിനക്ക് തോന്നില്ല? ചെക്കപ്പ് സമയത്ത് അവിടെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ലല്ലോ. മാസമുള്ള ഈ കുരിശ് ഒന്ന് ഒഴിവാക്കി തരാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ ആ തള്ള എന്റെ മുഖത്ത് നോക്കി ഒരു ഓഞ്ഞ ചിരി. എന്നിട്ട് പറയുക, നാപ്കിനൊക്കെ ഇപ്പോ സർക്കാർ ഫ്രീ ആക്കിന്ന്. എന്താ അവരാ പറഞ്ഞതിന്റെ അർത്ഥം? അത് വാങ്ങാൻ പോലും ഗതിയില്ലാത്തൊരു കുടുംബത്തിലെ ആളാ ഞാനെന്ന്. അങ്ങനെയല്ലേ ഡാഡി? അവരുടെ ചീഞ്ഞ കോമഡി ആയിട്ട് നിനക്കും ചിരി വരുന്നുണ്ടോ? അവരായതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. ആ ഡോക്ടറുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മടല് വെട്ടി നിന്നെ അടിച്ചേനെ. അത്രയ്ക്ക് ഊള ചോദ്യമല്ല നീ അവരോട് ചോദിച്ചേ? നിനക്ക് എന്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവില്ല. നിനക്കൊന്നല്ല, ആർക്കും.